മഴ തോരും മുമ്പേയുടെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ സ്റ്റാൻലി വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ ആകെ അലീനയ്ക്ക് കൂട്ടുണ്ടായിരുന്നത് അപ്പച്ചനായിരുന്നു. പക്ഷെ ആ അപ്പച്ചൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അലീനക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അപ്പച്ചനുണ്ടായിരുന്നത് എനിക്കൊരു ആശ്വാസമായിരുന്നു. എനിക്ക് ഒരു ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് ഇല്ലായിരുന്നു. പക്ഷെ അപ്പച്ചൻ പോയാൽ ഞാൻ ആകെ ഒറ്റപ്പെട്ടതുപോലെ ആവുമല്ലോ അപ്പച്ച എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്പച്ചൻ പറയുന്നുണ്ട്, മോളെ നീ ക്ഷമിക്ക്, ഇനി അടുത്ത വരവിൽ എൻ്റെ കൂടെ വരാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് കുഴപ്പമില്ല അപ്പച്ച, ഇവിടെയെങ്കിലും ഞാനൊന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് നോക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അപ്പച്ചൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അടുക്കളയിൽ കയറി മല്ലിടാനൊന്നും നിൽക്കണ്ട, അവരങ്ങ് പാചകം ചെയ്തോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് മാത്രം എന്നോട് അപ്പച്ചൻ പറയരുത്, കാരണം എനിക്ക് അടുക്കളയിൽ പാചകം ചെയ്യാതെ ഒന്നും നിൽക്കാൻ കഴിയില്ല. പിന്നെ അവരെന്നോട് എന്തെങ്കിലും ഇടയാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്ക മറുപടി ഞാൻ കൊടുത്തോളാം അപ്പച്ച എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അപ്പച്ചനൊന്ന് ചിരിച്ച് തള്ളിയിട്ട് പോവുകയാണ്. ആ ഒരു സമയത്താണ് കാറിൽ വന്നിട്ട് 2 പേര് ഇറങ്ങുന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, സ്റ്റാൻലിയുടെ ഭാര്യയുടെ ഏട്ടത്തിയും അതുപോലെ മകളും ആയിരുന്നു. അവിടെ ഒന്ന് അടിപൊളി നോക്കിയിട്ട് അവർ സ്റ്റാൻലിയുടെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ സ്റ്റാൻലിയുടെ മുറിയുടെ വാതിൽ മുട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് അകത്തോട്ട് വരാൻ പറയുകയാണ്. അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻലി ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ റീതാമ്മ പറയുന്നുണ്ട്, എന്ത് ഈ പട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാനോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ, അതേടി പട്ടികൾ തന്നെയാണ്, പക്ഷേ അവർ അന്തസ്സുള്ളവരാണ്, നന്ദിയുള്ളവരാണ്, നിങ്ങളെപ്പോലെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് സ്റ്റാൻലി പറയുകയാണ്. ഇത് കേട്ടപ്പോൾ റീതാമ്മ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും സംസാരിക്കാനോ ഇവിടെ ഇരിക്കാനോ ഒന്നുമല്ല വന്നത്, ഞാനൊരു വാർത്ത കേട്ടിട്ട് വന്നതാണ്. സ്റ്റാൻലി ഒരു വെപ്പാട്ടിയെ ഇവിടെ കൊണ്ട് താമസിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചു. ആരാണ് അവൾ, എന്തിനാണ് അവളെ ഇങ്ങോട്ട് വന്നത്, എന്തിനാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കുകയാണ് റീതാമ്മ. വെപ്പാട്ടി എന്ന് കേട്ടപ്പോൾ സ്റ്റാൻലിയുടെ മുഖവും കണ്ണുമൊക്കെ ചുവന്ന് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് റീതാമ്മയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട്, നീ എന്താടി പറഞ്ഞത്, എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും മര്യാദയ്ക്കും സംസാരിക്കണം, അല്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാം. എനിക്കിവിടെ ആരോടും സംസാരിക്കണമെന്ന് ഒരു താല്പര്യവുമില്ല. വന്നത് നല്ല ഉദ്ദേശമാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കോ എന്ന് പറയുകയാണ് സ്റ്റാൻലി. അത് കേട്ടപ്പോൾ റീതാമ്മ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്ന ആ പെണ്ണ് ഏതാ എന്നല്ലേ ചോദിച്ചുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇപ്പം പറഞ്ഞതാണ് ശരി, ഇതുപോലെ വേണം പറയാൻ, അല്ലാതെ അങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിച്ചാൽ സ്റ്റാൻലിയുടെ വായിൽ നിന്നൊരു മറുപടിയും തനിക്ക് കിട്ടത്തില്ല, അതാദ്യം നീ ഓർത്തോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ സ്റ്റാൻലി മറുപടി പറ, അതാരാണ്, അതേതാണ് പെൺകുട്ടി എന്ന് ചോദിക്കുമ്പം, അത് എൻ്റെ മകളാണ്, എനിക്കിപ്പോൾ 4 മക്കളാണ് ഉള്ളത് എന്ന് ഒറ്റയടിക്ക് തന്നെ സ്റ്റാൻലി മറുപടി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ റീതാമ്മ, 4 മക്കളോ, ഒരു മകൾ എവിടെ നിന്ന് വന്നു, ഏത് വകുപ്പിലാണ് ഈ മകള്, ഇതാണോ പട്ടാളക്കാരനായ സ്റ്റാൻലിയുടെ അന്തസ് എന്ന് ചോദിക്കുകയാണ് റീതാമ്മ. അങ്ങനെ എല്ലാ കാര്യവും റീതാമ്മയോട് സ്റ്റാൻലി തുറന്നു പറയുകയാണ്. ആഗ്രയിൽ വെച്ച് വൈജയന്തിയെ പ്രണയിച്ചതും അവളിൽ തനിക്കൊരു കുഞ്ഞ് ജനിച്ചു എന്ന എല്ലാ കാര്യവും സ്റ്റാൻലി തുറന്നു പറയുകയാണ്. ഈ സമയത്ത് റീതാമ്മ ചൂടായിക്കൊണ്ട്, പിന്നെ എന്തിന് എൻ്റെ അനിയത്തിയെ നീ കല്യാണം കഴിച്ചു, അവളുടെ ജീവിതം നീ നശിപ്പിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറ്റിപ്പോയി, ഇനി അതേപ്പറ്റി ഇവിടെ ആരും സംസാരിക്കേണ്ട കാര്യമില്ല, പിന്നെ എൻ്റെ മകളെ ഒഴിവാക്കാനും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ സ്റ്റാൻലി പറയുകയാണ്. എന്നിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒടുവിൽ റീതാമ്മ അവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് അവിടെയുള്ള ജോലിക്കാരനോട് അലീനയെ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അലീനയെ കാണാനായിട്ട് പോവുകയാണ്. അലീനയെ കണ്ട മുതൽ തന്നെ വളരെ ദേഷ്യത്തിലാണ് റീതാമ്മ നിൽക്കുന്നത്. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ മകളെന്ന സ്ഥാനം ഇവിടെ ഉറപ്പിച്ച് സ്റ്റാൻലിയുടെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ വന്നതാണോ, നീ ഒന്നോർത്തോ, 90 ദിവസം നീ തികയ്ക്കില്ല, അതിനു മുമ്പ് നിന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും, ഇല്ലെങ്കിൽ നീ എൻ്റെ പേര് മാറ്റിക്കോ എന്ന് റീതാമ്മ വെല്ലുവിളിക്കുകയാണ്.